ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് ഞാനൊരു സോസേജ് ഫ്രൈ ഉണ്ടാക്കിട്ടോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ എളുപ്പം കഴിക്കാൻ പറ്റുന്നൊരു സോസേജ് ഫ്രൈ ആണ്. അപ്പോൾ നമ്മൾ ഷോപ്സിൽ നിന്ന് വാങ്ങുമ്പോൾ ഇത് ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാവുക കേട്ടോ. എന്നിട്ട് ഞാൻ അത് ചെറിയ പീസസ് ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വേഗം കുക്കാവാനും കഴിക്കാനും എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് എണ്ണ എടുത്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സോസേജിൽ ഓൾറെഡി കുറച്ച് ഓയിലൊക്കെ ഉണ്ടാവും. അപ്പോൾ കുറച്ച് ജീരകവും പൊട്ടിച്ച്, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, കറിവേപ്പില, ജിഞ്ചർ ഗാർലിക് ചതച്ചത് ഇതൊക്കെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഫ്ലെയിം ഒന്ന് ചെറുതാക്കണം കേട്ടോ. വലുതുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ഞാൻ അധികം എണ്ണയും ചേർത്തിട്ടില്ല. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴറ്റണം. ആ ഒരു റോ സ്മെല്ല് മാറണം അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഓയിലോ ബട്ടറോ ഏതാ ആവശ്യമെന്ന് വെച്ചാൽ അത് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ഉള്ളി ചെറുതായി മുറിച്ചിട്ടുണ്ട്. 2 ഉള്ളി ചെറുതായി മുറിച്ചതാണ്. അത് ഇതിലേക്ക് ചേർത്തു. അതിന് നമുക്ക് വഴറ്റണം. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമാണ് വെച്ചത് കേട്ടോ. ഹൈ ഫ്ലെയിം വെച്ചാൽ പാനായാലും കരിഞ്ഞു പോകും, ഈ ഉള്ളി ആയാലും മോശമായി പോകും. അപ്പോൾ ഞാനത് മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. എന്നിട്ട് കുറച്ച് നേരം ഇത് കുക്ക് ചെയ്യണം. ഇനി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർക്കണം. ഈ ഞാൻ ചേർത്ത സോസേജ് ഉണ്ടല്ലോ, ഞാൻ യൂസ് ചെയ്തതിൽ ഉപ്പും മുളകൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ നോക്കിയാണ് ആഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർത്തു. ഉപ്പ് ചേർത്താൽ ഉള്ളിയൊക്കെ വേഗം കുക്കാവും കേട്ടോ. ഉപ്പ് പഞ്ചസാര ഒക്കെ ചേർത്താൽ ഉള്ളിയൊക്കെ വേഗം കുക്കാവും. അപ്പോൾ ഇതൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. സോസേജ് ഞങ്ങളുടെ വീട്ടിലും ഇഷ്ടമാണ്. ഇതില്ലാണ്ട് തന്നെ നമുക്ക് വെറുതെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താലും നല്ല രസമുണ്ടാവും കഴിക്കാനൊക്കെ. അപ്പോൾ ഞാൻ ചില സമയത്ത് കൊടുക്കാറുണ്ട്, വല്ലപ്പോഴാണ് ഉണ്ടാക്കുക കേട്ടോ. ഈ ഉള്ളി നല്ലോണം ഒന്ന് വാടണം. ഇനി നമ്മൾക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, ഇതൊക്കെ ഇട്ട് നന്നായി വഴറ്റണം. പൊടികൾ ചേർക്കുമ്പോൾ ഫ്ലെയിം ചെറുതാക്കണം. പിന്നെ കുറച്ച് ജീരകം പൊടി, പിന്നെ കുറച്ച് പെപ്പർ പൗഡർ. അത് പെപ്പർ പൗഡർ അത്യാവശ്യം ചേർക്കാം എരിവിന്. നമ്മൾ പച്ചമുളകും കൂടി ചേർത്തത് കൊണ്ട് അതും കൂടി നോക്കി വേണം ചേർക്കാൻ. അപ്പോൾ ഇതൊക്കെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റണം. ചെറിയ ഫ്ലെയിമിലേക്കായിരിക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച സോസേജ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. സോസേജ് കുക്കാവാൻ അധികം നേരമൊന്നും വേണ്ട കേട്ടോ. പക്ഷെ നമ്മൾ ഇത് ഈ നമ്മുടെ മസാലയായിട്ട് ചേർന്ന് പോകണമെങ്കിൽ കുറച്ച് നേരം കുക്ക് ചെയ്യണം. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കും. ഒരു 1/4 ഗ്ലാസ് വെള്ളം മതി. അത് ഇതിലേക്ക് ചേർത്തിട്ട് കുറച്ച് നേരം ഇത് അടച്ച് വെക്കണം. അപ്പോഴേ ഇതിൻ്റെ ഈ മസാലയൊക്കെ ഒന്ന് മിക്സ് ആവും. ഈവൻ സോസേജിനായാലും അത് ഫ്ലേവേർഡ് ആയതുകൊണ്ട് അതിൽ നമ്മൾ ഓൾറെഡി ഉപ്പും എരിവൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഗോഡ്രേജ് എന്ന കമ്പനീൻ്റെ ആണ് വാങ്ങിയത് കേട്ടോ. പല കമ്പനീസിൻ്റെ കിട്ടും, പല അളവിലും കിട്ടും. ചെറിയ പാക്കറ്റാണ് ഞാൻ വാങ്ങാറുള്ളത്. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് വാങ്ങാം. അപ്പോൾ ഇത് വെള്ളം വറ്റി, കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം വറ്റി. അപ്പോൾ ഈ കളർ മാറിയത് കണ്ടോ. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമ്മൾ ഒരു ഹൈ ഫ്ലെയിം ആക്കിയിട്ട് വെച്ചാൽ ഒരു ക്രിസ്പിനെസ് വരും അതിന്. അപ്പോൾ വീട്ടിലെല്ലാവർക്കും അങ്ങനെയാണ് ഇഷ്ടം. ഇത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. വേറെ കറിയൊന്നും ഇല്ലെങ്കിലും ഇത് കഴിക്കാം. പിന്നെ സാൻഡ്വിച്ചിൽ, പിസ്സയിലൊക്കെ ചേർക്കാം. ഞാനങ്ങനെ ചേർക്കാറുണ്ട്. വീട്ടിൽ പിസ്സ ഉണ്ടാക്കുമ്പോൾ സോസേജ് ചേർക്കാറുണ്ട്, ഉണ്ടെങ്കിൽ മാത്രം. ഇതിൽ നമുക്ക് ഇനി വേണമെങ്കിൽ മല്ലിയില വിതറി കൊടുക്കാം. ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഇതിലേക്ക് ഒഴിക്കുകയാണ്. പിന്നെ നേരത്തെ ഞാൻ കുറച്ച് സോയ സോസും കൂടി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ടൊമാറ്റോ സോസ് നമ്മൾ
ആഡ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനാണ്. ഇത് വേണമെങ്കിൽ ഒന്ന് എടുത്ത് കഴിച്ച് നോക്കാം, കുക്കായിട്ടുണ്ടോ, ഇനിയും കുക്ക് ചെയ്യണമെന്നൊക്കെ നോക്കണം. എന്താണെന്ന് വെച്ചാൽ ഈ മീറ്റൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും ഫുള്ളി കുക്ക്ഡ് അല്ലാണ്ട് കഴിക്കാൻ പാടില്ല. മക്കൾക്കായാലും പ്രായമുള്ളവർക്കായാലും ആർക്കായാലും മോശമാണ് കുക്കായില്ലെങ്കിൽ. ഇനി ലാസ്റ്റ് നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ വിതറി കൊടുക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.